മഴയൊക്കെയല്ലേ, കുറച്ച് കോഴിക്കാഷ്ടവും ചാരവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അടീനിയത്തിനല്ല കേട്ടോ, അടീനിയം അല്ലാത്ത ചെടികൾക്കാണ് കൊടുക്കുന്നത്. അടീനിയത്തിന് ഇപ്പോൾ ഇങ്ങനത്തെ വളങ്ങളൊന്നും മഴക്കാലത്ത് കൊടുക്കാൻ പാടില്ല. ഈ തരം ചെടികൾക്കാണ് ഇങ്ങനത്തെ വളം കൊടുക്കുക. വേനൽക്കാലത്ത് കോഴിക്കാഷ്ടം കൊടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. നന്നായിട്ട് നനച്ചില്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അത് ദോഷമാവും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലെ കോഴിക്കാഷ്ടമാണ് കേട്ടോ. കോഴിക്കാഷ്ടം ഇല്ലാത്തവർക്ക് ജൈവവളമായിട്ട് ആട്ടിൻകാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ എടുക്കാം. അതിൻ്റെ കൂടെ ചാരവും മണ്ണ് വേണം മിക്സ് ചെയ്തിട്ടിടാം. അല്ലെങ്കിൽ ഇതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണ് മുകളിൽ കൂടെ തൂവി കൊടുത്താൽ മതി. ചട്ടിയിലൊക്കെ മണ്ണ് കുറവുണ്ടെങ്കിൽ വളം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ നാളെ കിളിർപ്പിച്ച ചെമ്പരത്തിയുടെ കമ്പാണ് കേട്ടോ. അതിനും കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അതിനെ നോക്കാണ്ടാണ് വലുതാത്തത്. കുറേ നാളായി നമ്മൾ പറിച്ച് വെച്ചില്ല, നോക്കിയില്ല. അതുകൊണ്ടാണ് അടീനിയത്തിൻ്റെ പുറകെ പോയി. ഇത് യെസ്റ്റർഡേ ടുഡേ പ്ലാന്റ് ആണ്. അതിന് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കുക. ഇത് പെൻഡാസാണ്. പെൻഡാസിന് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കും. മഴയില്ലെങ്കിൽ വളം ഇട്ടിട്ട് നനയ്ക്കണം കേട്ടോ.